ഹലോ, ഇന്ന് നമുക്ക് നാടൻ സ്റ്റൈൽ ഒരു ചൂരമുളകിട്ട് തയ്യാറാക്കിയാലോ. ഒരു ചട്ടി വയ്ക്കുക. ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഒരു സ്പൂൺ കടുക്, പിന്നെ ഒരു സ്പൂൺ ഉലുവ. അതൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വന്നാൽ ഒരു ബൗൾ നിറയെ ഒരു 10-12 ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ എടുത്താൽ മതി. ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ എന്താ ചേർക്കേണ്ടത്? പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി, കാശ്മീരി പൊടിയും അങ്ങനെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് എന്താ ചേർക്കേണ്ടത്? ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണേ. ഒരു ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. കൊള്ളി പുഴുങ്ങിയത് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. ചൂടുള്ള ചോറിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളിയാണ്. ഇതിന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് വരട്ടെ കേട്ടോ. പിന്നെ എന്താ അതിലേക്ക് ചേർക്കേണ്ടത്? കുടപ്പുളി ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ചേർക്കണത് തക്കാളിയാണ്. ഒരു വലിയൊരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുടപ്പുളി വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഈ കറി തന്നെ നമുക്ക് നെയ്മീനിലും മാവോലിയിലും മൈക്കോറയിലൊക്കെ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സ്വാദായിരിക്കും. ഇങ്ങനെ കഷ്ണം മീനൊക്കെ ഇങ്ങനെ മുളക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണ പോരെങ്കിൽ വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് തക്കാളി മാത്രമല്ല, ഞാൻ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളത്തിൽ കലക്കുക. എന്നിട്ട് അത് ആ വാളംപുളിയുടെ ചാറ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. അടിപൊളി കറിയാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചവെള്ളം ചേർക്കേണ്ട, തിളപ്പിച്ച വെള്ളം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. ആ ചാറൊക്കെ ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. ആ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചൂരയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂരമീൻ, കുടുത, അതൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ വെച്ചാൽ കൊള്ളിയുടെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. നല്ല കൊള്ളി ഇങ്ങനെ നാളികേരമൊക്കെ ഇട്ട് കുറച്ച് പച്ചമുളകും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഈ മീൻ മുളകിട്ടത് അങ്ങോട്ട് ഒഴിച്ച് കഴിച്ചാൽ എൻ്റെ മോളെ അടിപൊളിയാണ് അല്ലേ. എന്താ ടേസ്റ്റ്. നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടു. അതൊക്കെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി